പ്രിയപ്പെട്ട കൂട്ടുകാരെ, അക്ഷരപൂജയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് സേതുവിൻ്റെ ഒരു കഥയാണ്. കഥയുടെ പേര് ഒഴിവുകാലം എന്നാണ്. ഒഴിവുകാലം. വേനലവധിക്ക് വന്നതായിരുന്നു പേരക്കുട്ടികൾ. ഡൽഹിയിൽ നിന്ന് കേശവൻകുട്ടിയുടെ 2 കുട്ടികൾ, ബോംബെയിൽ നിന്ന് മാലതിയുടെ ഇളയ മകൻ, പിന്നീട് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അമേരിക്കയിൽ നിന്ന് ഗോപുവിൻ്റെ 3 കുട്ടികളും 5 വയസ്സായ ചിന്നനടക്കം. വലിയ രസം. മുത്തശ്ശിക്ക് എത്ര കാലമായി ഇങ്ങനെയൊരു ഒത്തുകൂടൽ. ഒരു മഴവില്ല് പോലെ പലതരത്തിൽ പല പ്രായത്തിലുള്ള കുട്ടികൾ ഒക്കെ എൻ്റെ ചോര, ഈ കുടുംബത്തിൻ്റെ ചോര. ഇതൊക്കെ വല്ലപ്പോഴും മാത്രം ഒന്നിടവിട്ട ഒഴിവുകാലങ്ങളിൽ ആരെങ്കിലും വന്നാലായി. അതും ഓർക്കാപ്പുറത്തുള്ള ഒരു വന്നുകേറൽ അമ്മയെ അത്ഭുതപ്പെടുത്താനായി. ഒരുമിച്ചാവാറില്ല. അത് മിക്കപ്പോഴും ഓരോരുത്തർക്കും പറഞ്ഞു നിരത്താൻ അവരുടെ പങ്കപ്പാടുകൾ. ഓരോ നാട്ടിലും കുട്ടികളുടെ കോളേജും സ്കൂളും പൂട്ടുന്നത് ഓരോ കാലത്ത്. ഓരോ കമ്പനിക്കും അതിൻ്റെതായ ചിട്ടവട്ടങ്ങളും ബദ്ധപ്പാടുകളും. എന്തായാലും വന്നല്ലോ ഇത്രടം, അത് മതി, അമ്മ മക്കളോട് പറഞ്ഞു. ഇനി നിങ്ങളായി, നിങ്ങളുടെ പാടായി. പക്ഷേ ഈ കുട്ടിയോളെ ഇങ്ങോട്ട് വിട്ടു തന്നേക്കൂ. അവരെ നോക്കാൻ ഞാനുണ്ട്, ദേവകിയമ്മയുണ്ട്. പുറത്തേക്കാണെങ്കിൽ സാക്ഷാൽ രാമൻ നായരും ഉണ്ട്. മക്കൾ ചിരിച്ചു. അമ്മയ്ക്ക് പേരക്കിടാങ്ങളെ മുഴുവൻ ഒരു കുലയായി ഒന്നിച്ചു കിട്ടുന്നു, കുറേ നാളത്തേക്കെങ്കിലും. മുത്തശ്ശി തുളസിത്തറയ്ക്ക് അരികിൽ കുട്ടികളുടെ കൂടെ പടമെടുക്കാൻ നിന്നപ്പോൾ ദേവകിയമ്മയും രാമൻ നായരും ഒപ്പം കൂടി. അവർക്കും വലിയ രസം. ഏറെ കാലമായി ഇങ്ങനെയൊരു ഒച്ചയും ബഹളവും ഈ വലിയ വീട്ടിൽ. മുറ്റത്ത് പുതുതായി വിരിച്ച മണൽ മുഴുവൻ കുഴച്ചു മറിച്ചു കഴിഞ്ഞിരിക്കുന്നു. കുട്ടികൾ വെയിലാറുമ്പോൾ കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങണമെന്ന് വാശി പിടിക്കുകയായി. അപ്പോൾ മുത്തശ്ശി വേവലാതിയോടെ പറയും, സൂക്ഷിച്ചോളണേ നല്ലോണം. രാമൻ നായരെ, ഒരു എത്തും പിടിയില്ലാത്ത സ്ഥലമാണ് കുട്ടികൾക്ക്. അത് കേൾക്കുമ്പോൾ തന്നെ മുതിർന്ന അരുണിനും അജിത്തിനും കൂട്ടത്തിൽ ഏറ്റവും മൂത്ത ഗിരിജയ്ക്കും വലിയ ചിരി. മഹാനഗരങ്ങളിലെ നിരത്തുകൾ ഒരു ബാലെ നർത്തകന്റെ മെയ്വഴക്കത്തോടെ മുറിച്ചു കടക്കുന്ന ഞങ്ങളോടാണിത്. ജിമ്മിക്കാണെങ്കിൽ വെറും 12 വയസ്സ്. പക്ഷേ വരുന്നത് ലോസ് ആഞ്ചൽസിൽ നിന്ന്. ഒതുക്കുകൾ ഇറങ്ങുമ്പോൾ പിറകിൽ നിന്ന് മുത്തശ്ശി പറയുന്നു, ഇരുട്ടുന്നതിനു മുമ്പേ കുട്ടികളെ കൊണ്ട് രാമൻ നായരെ, വേണ്ടത്ര വെളിച്ചം കാണില്ലേ വെട്ടുവഴിയിൽ. ചിടുങ്ങുകളെ പ്രത്യേകം സൂക്ഷിച്ചോളണം കേട്ടോ. കൈ പിടിച്ച് ഓടരുത് കുട്ടിയോളെ ഇരുട്ടത്ത്. അതിനല്ലേ എൻ്റെ കയ്യിൽ 6 സെല്ലിൻ്റെ ടോർച്ച്. രാമൻ നായർ ഒരു കക്ഷത്തിൽ നിന്ന് ടോർച്ച് എടുത്തു കാട്ടുന്നു, മറ്റേ കക്ഷത്തു നിന്ന് മുഴുത്ത പേരവടിയും. എന്തിനാ വടി രാമൻ നായരെ? മാലതി തിരക്കി. ഇരിക്കട്ടെ കയ്യിൽ, ഒരു വഴിക്ക് പോണതല്ലേ. കുന്നിറങ്ങുമ്പോൾ രാമൻ നായർ കൈ പിടിക്കുന്നത് തീരെ ബോധിക്കുന്നില്ല കൊച്ചു ചിന്നന്. അവൻ കൈ വിടുവിക്കാൻ നോക്കുമ്പോൾ പിടുത്തം മുറുക്കുന്നു. ഓൾ മാൻ ഈസ് എ നോട്ട്, ചിന്നൻ പിങ്കിയോട് പറയുന്നു. ചുമലുകൾ വെട്ടിച്ചുകൊണ്ട് കുന്നിൻ ചെരുവിലൂടെ തനിയെ ഓടിയിറങ്ങണം ചിന്നന്. വേണമെങ്കിൽ ഒപ്പം ഓടാമെന്ന് പറയുന്നു 3 വയസ്സ് മൂപ്പുള്ള ഏടത്തി പിങ്കി. വേണ്ടാട്ടോ കുട്ടിയോളെ, മുത്തശ്ശി എന്നെയാ വഴക്ക് പറയുക. ഇപ്പോൾ രാമൻ നായരുടെ പിടി വലിയ പിടിയാകുന്നു. അയാളുടെ മറ്റേ കൈയിൽ പിങ്കിയും കുടുങ്ങിപ്പോയിരിക്കുന്നു. കുട്ടികൾ മുഖം വീർപ്പിക്കുന്നത് കാണുന്നില്ല രാമൻ നായർ. പിറുപിറുപ്പ് കേൾക്കുന്നതുമില്ല. രാത്രി നിലവിളക്കിന് മുമ്പിൽ മുത്തശ്ശി രാമായണം വായിക്കുന്നത് കേൾക്കാനിരിക്കുമ്പോൾ കുട്ടികൾക്ക് ഒരുപാട് പരാതികൾ പറയാനുണ്ട്. അവരുടെ ഇടനിലക്കാരിയായി നടുവിൽ നിന്ന് മൊഴിമാറ്റം നടത്തുന്നത് കേശവൻകുട്ടിയുടെ മൂത്ത മകൾ ഗിരിജ. കോളേജ് പഠിത്തം തീരാറായപ്പോൾ കൂട്ടത്തിൽ ഇത്തിരിയെങ്കിലും മലയാളം പിടിയുള്ളത് അവൾക്ക് മാത്രം. അതും അച്ഛൻ്റെ പിടിവാശി കാരണം. മുനിഞ്ഞിരുന്ന് പഠിച്ചെടുത്ത് കുട്ടികളുടെ പരാതി കേൾക്കുമ്പോൾ മുത്തശ്ശി തേഞ്ഞ പല്ലുകൾ കാട്ടിച്ചിരിക്കുന്നു. രാമൻ നായർ പണ്ട് കോവിലകത്തെ ആനക്കാരനായിരുന്നെന്ന് പറയാൻ മടിയുള്ള ആനകളെ മേച്ചാണല്ലോ അയാൾക്ക് ശീലം. ആ പഴയ വടിയും കയ്യിലുണ്ട്. തോട്ടി എവിടെയോ പോയി കാണും. അല്ലെങ്കിലും ആനയില്ലെങ്കിലും ഇനി എന്തിന് തോട്ടി? മാങ്ങ പറിക്കാൻ കൂടെ കൊള്ളില്ല. മുത്തശ്ശിക്ക് ഓർത്തപ്പോൾ ചിരി വന്നു. എന്തായാലും അടുത്ത ദിവസം അയാളോട് ചട്ടം കെട്ടി, അത്രയ്ക്ക് അങ്ങോട്ട് കണിശം വേണ്ട കേട്ടോ രാമൻ നായരെ. ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്നതല്ലേ നമ്മുടെ കുട്ടിയോള്. കൂട്ടീന്ന് വിട്ട കിളികളെ പോലെ. ആ ചിടുങ്ങനുണ്ടല്ലോ, വാര്യ ജഗജില്യാണ്. രാമൻ നായർ വായ പൊത്തി ചിരിച്ചു.
ഗോപു മോശമൊന്നും ആയിരുന്നില്ലല്ലോ കുട്ടിക്കാലത്ത്. പ്ലാവിന്നും മാവിന്നൊക്കെ വീണ് മറിഞ്ഞ് കൈയും കാലും ഒടിച്ച് അവൻ്റെ അപ്പാ. പിന്നെ അവിടെ കടലിനപ്പുറത്ത് കണ്ണി കണ്ട ഞെണ്ടിനെയും തവളയും പക്ഷികളെയും ഒക്കെ തിന്നണ കുട്ടികൾക്ക് ഒരു കൂട്ടം ചാഞ്ചല്യം ഉണ്ടാവാണ്ടിരിക്കുമോ? കുട്ടികളുടെ കിടപ്പ് മുത്തശ്ശിയുടെ കൂടെ തെക്കേ പുരയിലാക്കി. ആദ്യത്തെ 2 ദിവസം വലിയ രസമായിരുന്നു കുട്ടികൾക്ക്. ചേർത്തിട്ട 3 കട്ടിലുകളിലായി തട്ടിമുട്ടിയുള്ള കിടപ്പ്, ഉരുളലും കെട്ടിമറച്ചിലും തലയണപ്പോരും. വൈകുന്നേരം കുളത്തിൽ കിടന്ന് വെള്ളം തെറിപ്പിച്ചുള്ള യുദ്ധത്തിൻ്റെ തുടർച്ചയാണത്. കുളത്തിലെ പോര് വെള്ളത്തിൽ നനച്ചിറങ്ങി നിർത്തിച്ചത് അകമ്പടിക്കാരൻ രാമൻ നായർ. 3-ാം ദിവസം ചില പിറുപിറുപ്പുകൾ. ഇവിടെ TV ഇല്ല, കേബിളും ഇല്ല, AC ഇല്ല, എന്തൊരു ചൂട്, ഇടയ്ക്കിടയ്ക്ക് കറണ്ടും പോണു. ഈ മുത്തശ്ശിയുടെ വിശറിയൊക്കെ വെറുതെ തന്നെ. രാത്രിയിൽ കറണ്ട് പോകുമ്പോൾ എന്തോ പോലെ. നമ്മുടെ അവിടെ ഒന്നും ഇന്നില്ലല്ലോ ഇങ്ങനെ ആഫ്രിക്കയിലെ കാട്ടിൽ പെട്ട പോലെ. ഈ മുറിയും ചുമരും ഒക്കെ എന്തോ മാതിരി, കാറ്റും ഇല്ല വെളിച്ചവും ഇല്ല. ഒരു ഹണ്ടിങ് ഫീലിംഗ് പോലെ അല്ലേ ഏടത്തി? രാത്രിയാവുമ്പോൾ ജനലിൽ കൂടെ നോക്കാൻ തോന്നണില്ല. ഇറ്റ്സ് സോ ഡാർക്ക് ഔട്ട്സൈഡ്. പുറത്തെ രാത്രിയിൽ സോ ക്വയറ്റ്. അതിൻ്റെ ഇടയിൽ ചില ഭയങ്കര ഒച്ചയും. അത് ഇൻസെക്ട്സിൻ്റെ കരച്ചിലാടാ ജിമ്മി. അപ്പോൾ ഈ ക്രോ ക്രോ എന്നുള്ള ഒച്ചയോ? അത് ഫ്രോഗല്ലേ പിങ്കി? ഫ്രോഗ് എന്ന് വെച്ചാൽ ചോദിക്കുന്നത് ചിന്നൻ. അതൊക്കെ നാളെ ഞാൻ കുളക്കരയിൽ കാട്ടിത്തരാം, ഉറങ്ങിക്കോ. ഗിരിജ ചിന്നനെ ചേർത്ത് പിടിച്ച് പുറത്തു തട്ടുന്നു. അത് കുളത്തിലെ മാക്രികളാണ് കുട്ടികളെ, മഴയ്ക്ക് വേണ്ടി കരയാണ്. ഈ രാമൻ നായർക്ക് ആന ഉണ്ടായിരുന്നു ഇത്രയിടത്തി. വെറുതെ പറയണതായിരിക്കുമല്ലേ? കോവിലകത്തെ ആന അതൊക്കെ പണ്ട്, ഇപ്പോൾ ഒക്കെ പോയിരിക്കണ്. ഒടുവിലത്തെ കുഞ്ഞികൃഷ്ണനെ കൊടുത്തത് 4 കൊല്ലം മുമ്പ്, മുത്തശ്ശി പറഞ്ഞു. അപ്പോൾ രാമൻ നായർ ആനപ്പുറത്താ നടക്കുക വലിയ സ്റ്റൈലിൽ? ചിലപ്പോൾ. താഴെ വഴില്ലേ? അതൊക്കെ പരിചയമല്ല കുട്ടിയെ. ദീദി എനിക്ക് ഉറക്കം വരണില്ല. അപ്പുറത്ത് നിന്ന് അരുണിൻ്റെ ശബ്ദം. എന്തോ പോലെ ദീദി, തനിക്ക് പേടിയാവുന്നുണ്ടോ? അയ്യോ ആവണില്ലടാ, +2കാരെ ആരും കേൾക്കണ്ട. ചിലപ്പോൾ ഉറക്കത്തിൽ ചില ഒച്ച അനക്കവും പോലെ. എൻ്റെ അമ്മേ, ചേലങ്കയുടെ ഒച്ച പോലെ. യുനോ ഈ കുങ്കറു ആരോ പതുക്കെ നടക്കണ പോലെ, ഫുഡ് സ്റ്റെപ്സ്. അത് പറഞ്ഞത് അജിത്തായിരുന്നു. ഒരുപാട് ഹിന്ദി സിനിമ കാണുന്നതുകൊണ്ടുള്ള കുഴപ്പമാണ് നിനക്കൊക്കെ. വില്ലേജിലെ ഇതുപോലത്തെ പഴയ വലിയ വീടാവുമ്പോൾ സീനൊക്കെ നിർബന്ധമാണില്ലേ? അല്ല ദീദി, ഞാൻ ശരിക്കും കേട്ടതാ ഇന്നലെ രാത്രി. ഞാനും കേട്ടിരിക്കണു. സിനിമയിലെ പോലെ വെളുത്ത സാരി പുതച്ച ഒരു പെണ്ണ്, മുടിയൊക്കെ അഴിച്ചിട്ട് അങ്ങനെ സ്റ്റൈലില് കാറ്റ് വാക്ക് പോലെ ചിലും ചിലും എന്നുള്ള ഒച്ചയും ചിലങ്കയുടെ. ഗിരിജ പതിയെ ചിരിക്കുന്നു. പുറകിൽ ഒരു കുറ്റിക്കാടിൻ്റെ മറവിലിരുന്ന് ലതാ മങ്കേഷ്കർ ഉറക്കെ പാടുന്നു. ഈ ഏടത്തിക്ക് തമാശയാണ് എപ്പോഴും, ഇത് സത്യാണ്. ഈ ഈറി ഫീലിങ്. നേരോ കുട്ടികളെ, നിങ്ങൾ ശരിക്കും കേട്ടോ? മുത്തശ്ശി പാതി എണീറ്റ് കിടക്കയിൽ കൊടുങ്കൈ കുത്തി കിടക്കുകയായിരുന്നു. അതേ മുത്തശ്ശി. ഇപ്പോൾ അക്കൂട്ടത്തിൽ കേട്ടവർ ഗിരിജ ഒഴിച്ച് എല്ലാവരും. അല്പം കഴിഞ്ഞ് ചിന്നൻ വശം മാറി. ഞാൻ കേട്ടില്ല കേട്ടോ. ചിന്നൻ തെല്ലൊരു ഖേദത്തോടെയാണ് അത് പറഞ്ഞത്. മോനെ, അതൊക്കെ ഇവര് വെറുതെ പറയണതല്ലേ, ഗിരിജ അവൻ്റെ ചെവിയിൽ പറഞ്ഞു. ഹിന്ദി സിനിമ കാണാത്തത് കൊണ്ട് നിങ്ങൾക്ക് 3 പേർക്കും കേൾക്കാൻ പറ്റില്ല. വലിയ കഷ്ടായിപ്പോയി. അത് മനസ്സിലായിട്ടെങ്കിലും ചിന്നൻ ഒന്ന് മുരണ്ട് പതുക്കെ ഉറക്കത്തിലേക്ക് വഴുതി ഇറങ്ങിപ്പോയി. ഞാൻ രാമൻ നായരോട് പറഞ്ഞതായിരുന്നു, എവിടെയെങ്കിലും വെച്ച് ഒരാനയുടെ കാൽക്കൂട്ടിക്കൂടി കുട്ടികളെ നൂഴിക്കാൻ. അതിനിപ്പോഴെവിടെ ആന ഒക്കെ പോയില്ലേ? വേണമെങ്കിൽ വെളിച്ചപ്പാടിനെ വിളിച്ച് ഓരോ ചരട് ജപിച്ച് വെട്ടാം, അല്ലെങ്കിൽ ഏലസ്. അതൊന്നും വേണ്ട മുത്തശ്ശി. ഗിരിജ ചിരിയടക്കാൻ പണിപ്പെടുന്നു. ഒക്കെ ഇവരുടെ തോന്നലാണ്. അപ്പോൾ നിങ്ങൾ ശരിക്കും കേട്ടോ കുട്ടികളെ ലതാ മങ്കേഷ്കർ പാടുന്നത്? മുത്തശ്ശി വിടാനുള്ള മട്ടില്ല. ഇക്കുറി മൂളിയത് ഒരാൾ മാത്രം, അരുൺ. ഉറങ്ങാൻ എപ്പോഴും വൈകുന്ന പാവം +2കാരൻ. അമ്മയടുത്തായിരിക്കും ചിലപ്പോ. വലിയ ഇഷ്ടായിരുന്നു പാട്ടൊക്കെ. മുത്തശ്ശി എന്തോ ഓർത്ത് പൊടുന്നനെ പറഞ്ഞു. ഉറങ്ങിക്കോളൂ മുത്തശ്ശി, ഗിരിജ പറഞ്ഞു. നേരം ഒരുപാടായിരിക്കണ്. പിറ്റേന്ന് തളത്തിൽ എല്ലാവരും കാപ്പി കുടിക്കാനിരിക്കുമ്പോൾ മാലതി പറഞ്ഞു, ഇപ്പോൾ
പരാതി തുടങ്ങിയിരിക്കുന്നു ഓരോരുത്തരായിട്ട്. ഇവിടെ അതില്ല ഇതില്ല എണ്ണി എണ്ണി പറയണത് കേൾക്കുമ്പോൾ ഇല്ലായ്മകളുടെ വലിയൊരു ലിസ്റ്റ് തന്നെ. അത്ഭുതം തോന്നാണ്. ഇങ്ങനെ എണ്ണി നോക്കുമ്പോൾ ഇവിടെ സത്യത്തിൽ ഒന്നുമില്ലാലോ. ആ, ഒന്നുമില്ലായാലും വളർന്ന് നമ്മളൊക്കെ ഇവിടം വരെ എത്തി, ഗോപു പറഞ്ഞു. ആടും കോഴിയും താറാവും ഒക്കെ വളരണ പോലെ കൂട്ടത്തിൽ കിടന്ന് എങ്ങനെയോ ഒരു വളർച്ച. കേശവൻകുട്ടി പറഞ്ഞു. തനി തല്ലിപ്പൊളി സർക്കാർ സ്കൂളിൽ മലയാളം മീഡിയത്തിൽ 10ാം ക്ലാസ് പാസ്സായപ്പോൾ അവിടുത്തെ 20% പാസ്സിൽ ഒരേ ഒരു ഫസ്റ്റ് ക്ലാസ് എനിക്ക്. മലയാളത്തിൽ പഠിച്ചുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല അല്ലേട്ടാ? ഗോപു ചിരിച്ചു. സായിപ്പിൻ്റെ മുഖത്ത് നോക്കി 4 വാക്ക് പറയാനൊക്കെ പറ്റണുണ്ട് എനിക്ക്. നമ്മളൊക്കെ ഇംഗ്ലീഷ് വേണമെന്ന് വെച്ച് പഠിച്ചു. ഗോപു ഇപ്പോൾ ട്വിങ്കിൾ ടിങ്കിളുകാരുടെ ബട്ട്ലർ ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ ഓർമ്മകളിൽ തപ്പിത്തടയുകയാണ് മുത്തശ്ശി. ഭാഗത്തിന് മുമ്പായിരുന്നു രസം. ഭാഗീരഥിയും കുട്ടിയോളും സുമതിയും കുട്ടിയോളും ഇടയ്ക്കൊക്കെ കുമാരേട്ടനും ജാനും കുറെ കുട്ടിയോളും പിന്നെ എല്ലാറ്റിൻ്റെ മുമ്പിൽ ലീഡറായിട്ട് സാക്ഷാൽ അമ്മയടത്തിയും പൊരേ പൂരം. എല്ലാവരും കൂടി ചേരുമ്പോൾ നല്ല മേളം തന്നെയാണേ. മുതിർന്നവർക്ക് അക്ഷരശ്ലോകവും കഥകളി പദങ്ങളും ചുക്കണിയും ചൂതും ചതുരംഗവും ഒക്കെ തരാതരായിട്ട്. ചീട്ട് മാത്രം വയ്യാതെ നിഷിദ്ധാണ് വല്യമ്മാന്. കുട്ടികളാണെങ്കിൽ കാലത്തെ പറമ്പിലിറങ്ങിയാൽ ഉച്ചയ്ക്ക് ഉണ്ണാൻ വിളിക്കുമ്പോഴാണ് കയറി വരിക. ഊണ് കഴിഞ്ഞ് പിന്നെ 50 പേർക്കെങ്കിലും ഇലയിട്ട ഓർമ്മയുണ്ട്. വലിയ സദ്യയൊന്നുമല്ല കേട്ടോ. ഇവിടത്തെ വളപ്പിന്ന് പറിച്ചെടുക്കണ കൊണ്ടലും കാച്ചിലും കിഴങ്ങും ഒക്കെ ചക്കടയും മാങ്ങടയും കാലായാലും 3 നേരം തന്നെ. ബട്ട് മുത്തശ്ശി എല്ലാം മാറിയിരിക്കുന്നു, കേശവൻകുട്ടിയുടെ മകൻ അജിത് പറഞ്ഞു. ഇപ്പോൾ ലൈഫൊക്കെ വളരെ ഫാസ്റ്റ് അല്ലേ? ആർക്കവിടെ സമയത്തിൻ്റെ കാര്യം പറയണ്ട മോനെ, ഗോപു ഇടയിൽ കയറി പറഞ്ഞു. ബിൽ ക്ലിൻ്റനും ആനക്കാരൻ രാമൻ നായർക്കും ഒരേ സമയം തന്നെ, ഒരേ 24 മണിക്കൂർ തന്നെ, ഒരേ സൂര്യനും ഒരേ രാത്രിയും തന്നെ. 2 പേർക്കും സമയം എങ്ങനെ ഉപയോഗിച്ചു എന്നതാണ് പ്രധാനം. നോക്കൂ കുട്ടികളെ, കേശവൻകുട്ടി പറഞ്ഞു. ഗിരിജ, അരുൺ, അജിത്, നിങ്ങൾ കൂട്ടത്തിൽ മുതിർന്നവരാണ്. നിങ്ങളോട് ഒരു സിമ്പിൾ ചോദ്യം. നിങ്ങൾക്ക് ഈ നാട്ടിൻപുറം ഇഷ്ടായോ? അവർ ആദ്യം ഒന്ന് മടിച്ചു. മുഖത്തോട് മുഖം നോക്കി കള്ളനോട്ടമെറിഞ്ഞു. ഇഷ്ടാണെന്ന് ചോദിച്ചാൽ അതുപോലെ വല്ലപ്പോഴുമൊക്കെ ഒരു ചെറിയ ഹോളിഡേക്കൊക്കെ വന്നു പോകാൻ കൊള്ളാം. ബിയോണ്ട് ദാറ്റ് വിഷമമാണ്, അജിത് പറഞ്ഞു. ശരിയാണ്, ഒരു 1 വീക്ക് അല്ലെങ്കിൽ മാക്സിമം 2 ആഴ്ച. അത് കഴിയുമ്പോഴേക്കും ബോറടിച്ചു തുടങ്ങും. അതായത് ഒരു വെക്കേഷന് പോകാൻ വലിയ തെറ്റില്ലാത്തൊരു കൺട്രി സൈഡ്, ഒരു പിക്നിക് സ്പോട്ട് അല്ലേ? ആട്ടെ, നിനക്കോ ഗിരിജ? എനിക്ക് ഈ വില്ലേജ് ഇഷ്ടമാണ്, മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഗിരിജ പറഞ്ഞു. ഈ നാടും ഇവിടുത്തെ എല്ലാം വലിയ ഇഷ്ടമാണ്. അത് ഏടത്തിയുടെ വെറും ബ്ലഫ്. എന്നാൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ നാട്ടിൻ പുറത്ത് നിന്ന് ആരെങ്കിലും മാരി ചെയ്യാൻ എടുത്തി സമ്മതിക്കുമോ? ഗിരിജ തെല്ലൊന്ന് കുഴങ്ങിപ്പോയി. അതില്ല കേട്ടോ, അവൾ മടിച്ചാണ് പറഞ്ഞത്. എന്തേ? അവളുടെ അച്ഛൻ തിരക്കി. അത് ശരിയാവില്ല. എന്തേ? മാലതി ചിരി അടക്കുന്നു. മാലതിയുടെ ഉണ്ണിയേട്ടനും വലിയ ചിരി. അത് ശരിയാവില്ല ആൻറ്റി, അഡ്ജസ്റ്റ് ചെയ്യാൻ വലിയ പാടായിരിക്കും. അപ്പോൾ നിങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തതോ? അവളുടെ അമ്മ ചോദിച്ചു. അപ്പോൾ ഞങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തതോ? അവളുടെ അമ്മ ചോദിച്ചു. കൽക്കത്തയിൽ നിന്റെ അച്ഛൻ്റെ ഈ നാട്ടിലേക്ക് ഏടത്തി ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടാകും. അവിടെ ഡൽഹിയിൽ വല്ല പഞ്ചാബിയോ UP-കാരനോ മറ്റോ. നെവർ. ഞാൻ ഒരു മലയാളിയെ മാത്രമേ കല്യാണം കഴിക്കുകയുള്ളൂ, അതും നമ്മുടെ ജാതിന്ന്. ബട്ട് കേരളത്തിന് വെളിയിൽ സെറ്റിൽ ചെയ്ത ആളായിരിക്കണം. അത്യാവശ്യത്തിന് മലയാളം അറിയേ വേണം, എൻ്റെ അത്രയെങ്കിലും. എന്തിനാ ഇത്രയും കണ്ടീഷനൊക്കെ? അല്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല. കണ്ടോ അമ്മ ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു കാര്യം? കേശവൻകുട്ടി പറഞ്ഞു. അവർക്കൊക്കെ കൃത്യമായ അഭിപ്രായമുണ്ട് എല്ലാ കാര്യത്തിലും. എന്താ വേണ്ടതെന്ന് അവർക്ക് അസ്സലായിട്ട് അറിയാം. അതൊക്കെ നമ്മുടെ മുഖത്ത് നോക്കി പറയാൻ അവർക്കൊരു മടിയുമില്ല. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ അവരുടെ മേൽ അടിച്ചു കയറ്റാൻ നോക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഓരോരുത്തർക്കും ഇരട്ടി പ്രായത്തിൻ്റെ വളർച്ച തലയ്ക്കകത്ത്. വൈ നോട്ട്? ആ ചോദിച്ചത് ചിന്നനായിരുന്നു, 5 വയസ്സുകാരൻ. എട വീരാ, കാന്താരിമാലതി അവൻ്റെ ചെവിക്കു പിടിച്ച് തിരുമ്മി. നിങ്ങൾക്കറിയോ, അവിടെ
അമേരിക്കയിൽ ഈ ചിഹ്നം വിചാരിച്ച ഒരു വിഷമോ ഇല്ലാതെ എന്നെ അകത്താക്കാം. ഫോൺ കറക്കി പോലീസിൽ പരാതി പറഞ്ഞാൽ മതി ഞാൻ അവനെ ഉപദ്രവിക്കുന്നെന്ന്. പിന്നെ പോലീസ് വന്ന് എന്നെ തൂക്കിയെടുത്ത് കൊണ്ടുപോയത് തന്നെ, ഗോപു പറഞ്ഞു. മോൻ അങ്ങനെ ഒന്നും ചെയ്യല്ലേട്ടാ, മുത്തശ്ശി പറയുന്നു. ചിന്നൻ മുരളുന്നു. ആൻ ആംഗ്രി യങ് മാൻ, മാലതി പറഞ്ഞു. പോലീസിൻ്റെ പേര് പറഞ്ഞ് ഇവൻ ഇടയ്ക്കൊക്കെ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാറുണ്ട്. 15 വയസ്സിൽ 10ാം ക്ലാസ് പാസ്സാകുമ്പോൾ അറിഞ്ഞിരുന്നതിൻ്റെ ഇരട്ടി ഇപ്പോൾ തന്നെ അവൻ്റെ തലയ്ക്കകത്തെ കമ്പ്യൂട്ടർ ഡിസ്കിലുണ്ട്. ചിന്നൻ അപ്പോഴും ഇഷ്ടപ്പെടാതെ മുരളുന്നു. അല്ലെങ്കിലും ഇവരൊക്കെ ഇപ്പോൾ സൈബർ സ്പേസിലല്ലേ, സ്കൂളുകളിൽ വരെ എത്തിയിരിക്കുന്നു. ഇൻ്റർനെറ്റ് കുട്ടികൾക്ക് അറിയാൻ പാടില്ലാത്തതൊന്നുമില്ല. ആട്ടെ, ഇവൻ്റെ ഏട്ടൻ എങ്ങനെയാ പെട്ടെന്ന് ജിമ്മി ആയത്? മാലതി ചോദിച്ചു. കഴിഞ്ഞ വരവ് വരെ അവൻ നാരായണൻകുട്ടിയായിരുന്നല്ലോ. അമ്മ അറിഞ്ഞിട്ടാ? വല്യമ്മാൻ്റെ പവിത്രമായ പേര്, അതൊക്കെ അവനെടുത്ത് ദൂരെ കളഞ്ഞു. നാരായണൻകുട്ടിയുടെ ഭാരം അവന് താങ്ങാൻ പറ്റണില്ല അത്രേ. അവൻ തന്നെ ഇട്ട പേരാണ് ജിം എന്ന്. വിളിക്കാനും എളുപ്പം. നാവ് ചെറുതായൊന്ന് വളച്ചാൽ മതിയില്ലയോ? നമ്മളിവിടെ നായ്ക്കുട്ടികൾക്ക് ഇടുന്ന പേരാ. മുത്തശ്ശിക്ക് ചിരി വന്നു. കുട്ടികൾ തന്നെത്താനെ പേരിടുക. ശിവ, മുത്തശ്ശിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. നല്ലത് കുട്ടികളെ. കേശവൻകുട്ടി പുറത്ത് തട്ടി. നിങ്ങളുടെ ഈ ഓപ്പൺനെസ് എനിക്ക് ഇഷ്ടമാണ്. ഞങ്ങൾക്കില്ലാതിരുന്നതായിരുന്നു. ഉഗ്രമൂർത്തികളായ കാരണവന്മാരുടെ മുമ്പിൽ നാവനക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഞങ്ങൾക്കൊക്കെ പുറകിൽ മാറി നിന്ന് ഞങ്ങൾ പിറുപിറുക്കും, അത്ര തന്നെ. ഇപ്പോൾ ഇവിടെ നമ്മളൊക്കെ നല്ല കൂട്ടുകാരാകുന്നു. എല്ലാവരും വളരെ തുറന്ന് സംസാരിക്കുന്നു. ഈ ഒളിവില്ലായ്മ നല്ലതു തന്നെ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ കഴിയും ശരിക്ക്. പക്ഷേ നമുക്ക് നമ്മുടേതായ ചില സാധനങ്ങളുണ്ട്. സംതിങ് ഓഫ് അവർ ഓൺ. നമുക്ക് വളരെ പ്രിയപ്പെട്ട ചിലതൊക്കെ എത്രയായാലും കളയാൻ പറ്റണില്ല. ഈ ഗിരിജ കൂട്ടുകാരനായി ഒരു മലയാളിയെ തന്നെ വേണമെന്ന് പറഞ്ഞത് എനിക്കിഷ്ടമായി. അതൊരു രസമുള്ള സങ്കല്പമാണ്. നമ്മുടെ തനതായ ഒരു കൊച്ചു സംസ്കാരത്തിനകത്തുള്ള ഒതുങ്ങിക്കൂടൽ. വലിയ താല്പര്യത്തോടെ കേട്ടുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ. കേശവൻകുട്ടി തുടർന്നു. ഞങ്ങളൊക്കെ കടന്നു പോന്ന ജീവിതം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. നിങ്ങളിപ്പോൾ എസിയെ പറ്റി, ഇൻ്റർനെറ്റിനെ പറ്റി പറയുന്നു. ചിമ്മിനി വിളക്കിൻ്റെ ചോട്ടിലിരുന്നാണ് ഞാൻ കോളേജിൽ പഠിച്ചത്. പരീക്ഷാക്കാലാവുമ്പോൾ തിണ്ണയിൽ മുട്ടവിളക്കും വെച്ച് തെക്കേ വരാന്തയിൽ പോയിരിക്കും. അകത്ത് മീനച്ചൂട്, ഭയങ്കര കൊതുകും. ഇരിക്കാൻ പറ്റില്ല അകത്തൊന്നും. ആ വെളിച്ചത്തിൽ ഇരുന്ന് കുറേ നേരം വായിക്കുമ്പോൾ കണ്ണ് നീറാൻ തുടങ്ങും. എൻ്റെ MA കൂടി കഴിഞ്ഞ് പിന്നീട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാണ് ഈ ഏരിയയിലൊക്കെ കറണ്ട് വന്നത്. തീരെ വിശ്വസിക്കാൻ പറ്റുന്നില്ല കുട്ടികൾക്ക്. അവർ മുഖത്തോട് മുഖം നോക്കുന്നു. ലൈറ്റ് ഇല്ലാതെ, ഫാനും ഇല്ലാതെ, TV ഇല്ലാതെ, സൈബർ സ്പേസിലിരുന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ വളരെ വിചിത്രമല്ലേ? ഏട്ടൻ്റെ കാര്യം പോകട്ടെ. ഞാൻ MSc പഠിക്കാൻ ടൗണിലെ കോളേജിൽ പോയിരുന്നത് എങ്ങനെയാണെന്നറിയോ? മാലതി പറഞ്ഞു. ഇവിടുന്ന് 5 നാഴിക നടന്ന് അമ്പലത്തിനടുത്തുള്ള ബസ് സ്റ്റോപ്പിലെത്തണം. അവിടുന്ന് 2 ബസ് മാറി ഓടിക്കരച്ച് ക്ലാസ്സിലെത്തുമ്പോഴേക്കും മിസ്സിൻ്റെ മുഖം അങ്ങ് ചോക്കും. നന്നായി പഠിക്കണതുകൊണ്ട് അവരെന്നെ പറഞ്ഞു വിട്ടില്ല എന്ന് മാത്രം. മമ്മിക്കൊരു മോപ്പഡ് വാങ്ങായിരുന്നില്ലേ? മോപ്പടത്രേ. മാലതിക്ക് ചിരി വന്നു. അങ്ങനെ ഒരു സാധനം മറ്റോ അന്നുണ്ടായിരുന്നോ? ഉണ്ടെങ്കിലും കാരണവന്മാർ സമ്മതിക്കോ പെൺകുട്ടികൾ ബൈക്ക് ഓടിച്ച് നടക്കാൻ? അല്ലെങ്കിലും ഈ 5 മൈലിൽ 1/2 മൈലോളം തനി പാടമാണ്. പാടത്തിൻ്റെ വരമ്പത്തു കൂടെ നടക്കണം അത്രയും ദൂരം. സർക്കസ് മോഡലിൽ. മഴക്കാലമാകുമ്പോൾ പാടം മുഴുവനും വെള്ളം മൂടിക്കിടക്കുമായിരിക്കും. അപ്പോൾ ഒരു വളഞ്ഞ വഴിയിലൂടെ 2 മൈൽ നടന്ന് തീരെ വിശ്വാസമാകുന്നില്ല കുട്ടികൾക്ക്. അവർ കള്ളച്ചിരി കൈമാറുന്നു. ഇതൊക്കെ നമ്മളെ ഇംപ്രസ് ചെയ്യിക്കാനായി പഴയ തലമുറയുടെ ചില സ്ഥിരം ജാടകൾ. MScക്ക് ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ പ്രൊഫസർ പറഞ്ഞു, അഡ്മിഷനൊക്കെ തരാം, പക്ഷേ നിത്യവും പോക്കണവും കെട്ടിയുള്ള ഈ തീർത്ഥയാത്ര അവസാനിപ്പിക്കാതെ പറ്റില്ല. ഇവിടെ ഹോസ്റ്റലിൽ താമസിക്കണം. കുട്ടികളിയല്ല പോസ്റ്റ് ഗ്രാജുവേഷൻ. പിന്നെ ചിലപ്പോൾ പ്രാക്ടിക്കലൊക്കെ കഴിഞ്ഞ് ലാബിൽ നിന്ന് ഇറങ്ങുമ്പം വൈകിന്നും വരും.
അപ്പോഴായിരുന്നു രസം. ഗോപു ചിരിച്ചു. വല്യമ്മാവൻ ചുവന്ന താടി ഫിറ്റ് ചെയ്ത് കർട്ടൻ്റെ അടുത്ത് വന്ന് ഒരൊറ്റ അലർച്ച. പെൺകുട്ടിയോള് ഹോസ്റ്റലിൽ താമസിക്കേ? വീടാകെ ഒന്ന് കുലുങ്ങി. ഒരു ഭാഗം ഇടിഞ്ഞ് താഴെ വീണാൽ പിന്നൊന്ന് കെട്ടിപ്പോക്കാൻ കഴിവില്ലെന്നറിയാമായിരുന്നു. അതുകൊണ്ട് പൊളിച്ചില്ലെന്ന് മാത്രം. വല്യമ്മാവന് ചേങ്ങില കെട്ടാൻ പുറകിൽ അമ്മയും. മുത്തശ്ശിയുടെ മുഖത്ത് പതിഞ്ഞ ചിരി. അന്നത്തെ കാലം അങ്ങനെയല്ല കുട്ടിയെ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് അങ്ങനെ പെൺകുട്ടികൾ ആരും തനിച്ച് വെളിയിൽ പോയി താമസിച്ചിട്ടില്ല. ശീലമില്ലാത്ത കാര്യമാകുമ്പോൾ പേടിയാണ് എല്ലാവർക്കും. കാരണവന്മാർ പറയണത് കേൾക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല ആദ്യമൊക്കെ. ഇത്തിരി കഴിയുമ്പോൾ തോന്നും അവർ പറയണതിലും കാര്യമുണ്ടെന്ന്. അതുകൊണ്ടിപ്പോൾ എന്തു പറ്റി? കേശവൻകുട്ടി ചിരിച്ചു. നിനക്കൊരു കുഴപ്പമുണ്ടായില്ലല്ലോ. ഇത്തിരി മേലനങ്ങി പണിയെടുത്തോണ്ട് തടിച്ചു ചേർത്തില്ല. അതന്നെ കാണണമായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ ചക്കുംകുറ്റി പോലെ. അന്ന് ഏട്ടനും ഉണ്ടായിരുന്നു നമ്മുടെ പുറകെ കൊമ്പുകൊഴലുമായിട്ട്. മാലതിയുടെ മുഖത്ത് വലിയ പരിഭവം. എനിക്കറിയാം കുറേയൊക്കെ കുശുമ്പന്നെ. ഇവിടെ ഒരാൾ കൊതുകു കടി കൊണ്ട് വിയർത്ത് മണ്ണെണ്ണ വിളക്കിൻ്റെ ചോട്ടിലിരുന്ന് MA പാസ്സായിട്ട് എവളാരാ ടൗണിൽ പോയി സ്റ്റൈലിൽ ഹോസ്റ്റലിൽ നിൽക്കാൻ? എടി പെണ്ണേ, ഹോസ്റ്റലിൽ നിന്നതുകൊണ്ട് നീ കുറെ കൂടി വലിയ MSc പാസ്സാവുമായിരുന്നോ? ചോറ് വെക്കാനും കുടുംബം നോക്കാനും കോളേജിൽ പഠിപ്പിക്കാനും ഇത്രയും MSc ഒക്കെ മതി. കേശവൻകുട്ടിയുടെ ചിരിക്ക് വലിയ മുഴക്കമാണ്. കൊച്ചമ്മാൻ്റെ അതേ ഒച്ച, അതേ ചിരി. കോളേജിൽ പഠിപ്പിക്കൽ അരിവെപ്പിന് ശേഷമല്ലേ? മാലതിക്ക് അരിശം വരുന്നുണ്ട്. എന്താ സംശയം? അങ്ങനെയല്ലേ ദിനചര്യ? അവളുടെ ഉണ്ണിയേട്ടൻ ചോദിക്കുന്നു. MCP ഗിരിജ അടക്കം പറയുന്നു. എല്ലാ ആണുങ്ങളും MCP തന്നെ. ജിമ്മി പിറുപിറുക്കുന്നുണ്ട്. ഈ അങ്കിളൊക്കെ ഇപ്പോഴും ഏത് ലോകത്തിലാവോ? അരുണിൻ്റെ മുഖത്ത് ചെറിയൊരു നീരസം. അപ്പോഴേക്കും മുത്തശ്ശി ഇടപെട്ടു. തർക്കിക്കണ്ട കുട്ടികളെ. ഈ കുടുംബം തറവാട് എന്നൊക്കെ പറഞ്ഞാൽ അത് കാശ് കൊടുത്താൽ കിട്ടണതല്ല. എത്ര പണം ഉണ്ടായിട്ടെന്താ? തറവാടിത്തു നിന്നുള്ള സാധനം അങ്ങനെ അങ്ങ് ഉണ്ടാവുമോ? അതെന്താ ഏടത്തി തറവാടിത്തം എന്ന് വെച്ചാൽ? പിങ്കി മെല്ലെ കുനിഞ്ഞ് ഗിരിജയോട് ചോദിച്ചു. കേട്ടിട്ടുണ്ട് ഞാനും, ശരിക്കും അറിഞ്ഞൂടാ, ഗിരിജ പറഞ്ഞു. തറവാടിത്തത്തിൻ്റെ അർത്ഥം അമേരിക്കക്കാർക്ക് മനസ്സിലാവില്ല ഒരിക്കലും, ഗോപു പറഞ്ഞു. കുടിയേറ്റക്കാരുടെയും സങ്കരവർഗക്കാരുടെയും നാട്. ബ്രിട്ടീഷുകാരന് അരിസ്ട്രോക്രസി ഒരു ബാധ്യതയാണെങ്കിൽ യാങ്കിയുടെ ഒരേ ഒരു അളവുകോൽ പണം തന്നെ. ഏറ്റവും സ്വത്തുള്ളവൻ ഏറ്റവും വലിയ തറവാടി. കള്ളക്കടത്തുകാരൻ്റെയും അബ്കാരി മുതലാളിയുടെ സംസ്കാരമല്ലേ? ദയവ് ചെയ്ത് നിങ്ങളുടെ ഈ പഴഞ്ചൻ ഫ്യൂഡൽ ബഡായികൾ അടുത്ത തലമുറയിലേക്കെങ്കിലും പകർന്നു കൊടുക്കാതിരിക്കൂ. കാലം എത്ര കഴിഞ്ഞെങ്കിലും വെച്ച് താലോലിക്കാൻ കുറേ പഴയ സങ്കല്പങ്ങൾ പ്രായമാകുമ്പോൾ നൊസ്റ്റാൾജിയ ഒരു രസമൊക്കെ തന്നെയാണ്. പക്ഷേ അതിനപ്പുറത്തുള്ള പ്രസക്തിയൊന്നും കൊടുക്കാൻ നോക്കണ്ട. എന്തായാലും ഈ കുട്ടികളെ വെറുതെ വിട്ടേക്കൂ. 4 നൂറ്റാണ്ട് പുറകിലേക്ക് കൊണ്ടുപോകണ്ട അവരുടെ മനസ്സ്. അവരെങ്കിലും നേരെ ചൊവ്വേ തുറന്ന മനസ്സോടെ ശ്വാസം മുട്ടാതെ വളരട്ടെ. ഇത് വെറും നൊസ്റ്റാൾജിയ അല്ലേ പെണ്ണേ? കേശവൻകുട്ടി പറഞ്ഞു. പഴയ വാല്യൂ സിസ്റ്റങ്ങളിൽ മാറ്റങ്ങളാവാം, പക്ഷേ ആകെ പൊളിച്ചെഴുതണമെന്ന വാശിയൊക്കെ എന്തിനാ ഏട്ടാ ഇത്രയും കട്ടിയുള്ള വാക്കുകൾ? നിങ്ങളുടെ ഭാഷ തീരെ മനസ്സിലാവില്ല ഈ കുട്ടികൾക്ക്. അവരെ അവരുടെ പാട്ടിന് വിട്ടൂടെ? അവരുടെ കാലത്ത് അവരുടെ പ്രായത്തിൽ ചുറ്റും കാണുന്ന ജീവിതത്തോടൊപ്പം ഒഴുകിപ്പോവുക. അതിലെന്താണ് തെറ്റ്? കുട്ടിയോളെ പഠിപ്പിച്ച് നമ്മുടെ ടീച്ചർ അമ്മ ശരിക്കും അവരുടെ വശത്തായിരിക്കുന്നു ഇപ്പോൾ, ഗോപു കളിയാക്കി. അതിന് നമ്മളെല്ലാവരും അവരുടെ വശത്ത് തന്നെ അല്ലേ? കേശവൻകുട്ടി പൊട്ടിച്ചിരിച്ചു. പക്ഷേ പറയണ്ട, ചില കാര്യങ്ങൾ പറയാതെ പറ്റില്ല. വേണ്ടത് എടുക്കാനും വേണ്ടാത്തത് തള്ളിക്കളയാനും ഇവർക്ക് അസലായിട്ടറിയാം, ആരുടെയും സഹായമില്ലാതെ. അതൊക്കെ കേട്ട് വലിയ രസത്തിലായിരുന്നു കുട്ടികൾ. അല്പം കഴിഞ്ഞ് ജിമ്മി പതുക്കെ ചോദിച്ചു. ഈ ഫ്യൂഡൽ മിഠായി എന്ന് വെച്ചാൽ എന്താ? മിഠായി അല്ല, ബഡായി, ഗിരിജ തിരുത്തി. അതന്നെ. ആവോ, ആർക്കറിയാം. ഗിരിജയ്ക്കും വലിയ പിടികിട്ടിയില്ല. കൂട്ടുകുടുംബങ്ങളുടെ ചില നല്ല വശങ്ങളെ പറ്റി
സോഷ്യോളജിക്കലായി സായിപ്പും കുറേയൊക്കെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു ഈയിടെയായിട്ട്. ഇപ്പോൾ പലയിടത്തും പറഞ്ഞു കേൾക്കാം അതിനെപ്പറ്റിയുള്ള ചർച്ചകൾ. കുടുംബം എന്ന സങ്കല്പത്തെപ്പറ്റി, കുട്ടികളെ മുതിർന്നവർ വീട്ടിനകത്ത് തന്നെ സ്നേഹിച്ച് വളർത്തേണ്ടതിനെപ്പറ്റി. വാസ്തവത്തിൽ മനുഷ്യന്റെ വെറും സ്വാർത്ഥതയല്ലേ നമ്മെ ന്യൂക്ലിയർ കുടുംബങ്ങളിലെത്തിച്ചത്? മറ്റുള്ളവരോട് ഒത്തുപോകാനുള്ള ബുദ്ധിമുട്ട്, അവനവൻ്റെ കൊച്ചു കൊച്ചു സുഖങ്ങൾ കൂടി കൈവിടാനുള്ള മടി, ഒരു നീക്കുപോക്കിനും തയ്യാറില്ലാത്ത സ്ഥാപനം എന്താണെന്ന് അറിയില്ല സാഹിബിന് സത്യത്തിൽ. പിന്നെ എവിടുന്നുണ്ടാകും പാരമ്പര്യവും തറവാടിത്തവും അന്തസ്സുമൊക്കെ? കുട്ടികൾ കണ്ണ് തെളിയുമ്പോഴേക്കും ഇര തേടി അവരുടെ വഴിക്ക് പോകുന്നു. തരപ്പെടുമെങ്കിൽ എന്തെങ്കിലും പണിയെടുത്ത് വെവ്വേറെ അപ്പാർട്ട്മെൻറ്റുകളിൽ. ആ കൊച്ചു തുരുത്തുകളിൽ ഇല്ലാത്തതൊന്നു മാത്രം, സ്നേഹം. ജോയിൻറ്റ് ഫാമിലിയിലെ വളർച്ച എന്ന് പറയുമ്പോൾ ഒരുപാട് കസിൻസും ഒക്കെ ആയിട്ട് വഴക്കടിച്ച് തമ്മി തല്ലി സ്നേഹിച്ച് പിണങ്ങി അങ്ങനെ ഒരുപാട് ക്ഷമയോടെ ഒരുപാട് നീക്കുപോക്കുകളോടെയുള്ള ജീവിതം തന്നെ ശരിയായിരിക്കാം. പക്ഷേ ഇപ്പോൾ അതിനൊക്കെയുള്ള റെലവൻസ്? ഗിരിജ ചോദിച്ചു. സത്യത്തിൽ അതിനൊക്കെ ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രസക്തി. മനസ്സ് വളരെ ചുരുങ്ങിപ്പോയ ഇന്നത്തെ കാലത്ത് സ്നേഹം എന്ന സാധനത്തെ നമ്മുടെ ഇടയിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിലും നമ്മളുടെ ഈ തികച്ചും ഇമ്പേഴ്സണലായ ജീവിതമാകെ മാറ്റേണ്ടിയിരിക്കുന്നു. തൊട്ടടുത്ത ഫ്ലാറ്റിൽ താമസിക്കുന്നത് ആരാണെന്ന് നമ്മൾ അറിഞ്ഞത് പോലും 6-7 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ? അത് തന്നെ. പാതിരാത്രിയിൽ മിസ്റ്റർ ഭാട്ടിയയ്ക്ക് പെട്ടെന്ന് അറ്റാക്ക് ഉണ്ടായപ്പോൾ അയാളുടെ ഭാര്യ കരഞ്ഞുകൊണ്ട് വാതിൽക്കൽ വന്ന് മുട്ടിയപ്പോൾ അയാളെ പെട്ടെന്ന് ആസ്പത്രിയിലേക്ക് നമ്മുടെ വണ്ടിയിൽ റഷ് ചെയ്യാൻ പറ്റിയപ്പോൾ. പക്ഷേ എന്നിട്ടും ഇപ്പോഴും നമ്മളും ഭാട്ടിയ കുടുംബവും തമ്മിലുള്ള ബന്ധം വരാന്തയിലും കാർ പാർക്കിലും കണ്ടുമുട്ടുമ്പോഴുള്ള ഗുഡ് മോർണിംഗുകളിലും ഗുഡ് ഈവനിങ്ങുകളിലും ഒതുങ്ങുന്നു. അതൊക്കെ സിറ്റി ജീവിതത്തിൽ സാധാരണയാണ്. ബോംബെയിൽ റോഡിൽ ഒരാൾ മരിച്ചു കിടന്ന് അയാളെ അങ്ങോട്ട് കവച്ച് കടന്നു പോകും 1000 പേര്. നിരത്ത് വക്കിൽ വെറും ഒരു മരത്തടി പോലെ ഒരു ശരീരം കോർപ്പറേഷൻ വണ്ടി വരുന്നത് വരെ. ഓ മമ്മി എന്തിനാ എങ്ങനെയൊക്കെ പറയണത്? എല്ലാവരും കൂടി ഞങ്ങളുടെ വെക്കേഷൻ ചീത്തയാക്കുവാണ്. അരുൺ ചീണുങ്ങി. ലീവ് ഇറ്റ് യങ് മാൻ, താൻ പറഞ്ഞത് ശരിയാണ്. കേശവൻകുട്ടി അവൻ്റെ മുതുകത്ത് തട്ടി. ഈ മുതിർന്നവരുടെ കമ്പനി വലിയ ബോറാണല്ലേ? ആട്ടെ, നമുക്ക് രസമുള്ളതും വലുതും സംസാരിക്കാം. സംതിങ് വെരി ക്രേസി. പക്ഷേ നിങ്ങൾക്ക് രസമുള്ളത് എന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടല്ലോ. നമ്മുടെ രണ്ടുപേരുടെയും ക്രേസിനകത്ത് തമ്മിൽ വ്യത്യാസം ഉണ്ടാവൂലേ? ഡാഡി പ്ലീസ് ലീവ് സേലോൺ, ഗിരിജ അപേക്ഷിച്ചു. അത്രയെങ്കിലും ആവാലോ. കാപ്പിയുടി കഴിഞ്ഞ് കുട്ടികൾ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ കേശവൻകുട്ടി പറഞ്ഞു, അവരെ ഒരുപാട് ബ്രെയിൻ വാഷ് ചെയ്തു നമ്മൾ അല്ലേ? നല്ല കണക്കായിപ്പോയി, മലതി പറഞ്ഞു. ബ്രെയിൻ വാഷോ? ഇതുങ്ങടെ അടുത്തോ? അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. ഏട്ടനെ ആകെ കുളിപ്പിച്ച് വെളുപ്പിച്ച് ക്ലീനാക്കി കിടത്തി തരും അവർ. എത്ര കാലമായി ഇത്തരം പാർട്ടികളെ ഞാൻ മേക്കാൻ തുടങ്ങിയിട്ട്. ഞങ്ങളുടെ കോളേജിൽ സത്യം പറയാലോ, ഓരോ പുതുവർഷത്തിൻ്റെ തുടക്കത്തിലും ഒരു പുതിയ ബാച്ച് കടന്നു വരുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് അവർ തൊട്ടു മുമ്പിലുള്ളവരെക്കാൾ മിടുക്കന്മാരാണെന്ന്. ഒരു പക്ഷേ അത് ശരിയായേക്കാം. ജനറ്റിക്കലായി തന്നെ പുതിയ തലമുറ പഴയതിനേക്കാൾ മിടുക്കരായേ പറ്റൂ. കാരണം നാളുകൾ കഴിയും തോറും സങ്കീർണമായി വരുന്ന ലോകത്തിലല്ലേ അവർക്ക് ജീവിക്കേണ്ടി വരിക. ഏടത്തി പറയണത് ശരിയാണ്. ഒരർത്ഥത്തിൽ തലമുറകൾ കഴിയും തോറും പ്രകൃതിക്ക് കൂടുതൽ മിടുക്കന്മാരെ സൃഷ്ടിച്ചേ പറ്റൂ പുതിയ ലോകത്തിലെ ഏടാകൂടങ്ങളോട് മല്ലടിച്ച് ജീവിക്കാൻ. നാളുകൾ കടന്നുപോയത് അവരറിഞ്ഞില്ല. ഒടുവിൽ ഒരു ദിവസം ഉച്ചയ്ക്ക് അവരൊക്കെ തങ്ങളുടെ കെട്ടും പാട്ടങ്ങളും മുറുക്കാൻ തുടങ്ങിയപ്പോൾ വല്ലാതെ വിങ്ങിയ മനസ്സോടെ മുത്തശ്ശി അറിയുന്നു, വെറും ഒരു പകലിൻ്റെ നീളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ 10-20 ദിവസങ്ങൾക്കെന്ന്. ഒരു തരം വിരുന്നുകാരെ പോലെയായി ഞങ്ങൾ, അല്ലേ അമ്മേ? അമ്മയുടെ മുഖത്ത് നോക്കാതെ നന്നേ പതിഞ്ഞ ഒച്ചയിലാണ് കേശവൻകുട്ടി പറഞ്ഞത്. അമ്മയ്ക്കൊന്നും മിണ്ടാനായില്ല. തൊണ്ടയിൽ എന്തോ കുരുങ്ങി നിൽക്കുന്നു. ഇനിയും വരാം ഇതുപോലെയൊക്കെ. അത് വെറും പറച്ചിലാണെന്ന് അമ്മയ്ക്ക് നന്നായി അറിയാം. ഇത്രയും ദിവസം ഇവിടെ പറഞ്ഞു കേട്ട ചില വലിയ കാര്യങ്ങളും കാത്തിരിപ്പിൻ്റെ അന്തമില്ലായ്മയെക്കുറിച്ച് നല്ല ബോധമുള്ളതുകൊണ്ട് ആരെയും കാത്തിരിക്കാറില്ല വർഷങ്ങളായിട്ട്. അങ്ങനെ ഇരിക്കെ ഓർക്കാപ്പുറത്ത് ആരെങ്കിലും ഉമ്മറത്ത് വന്ന് കയറുന്നു അമ്മയെന്ന് വിളിച്ചുകൊണ്ട്. ഇനി ഇങ്ങനെ എല്ലാവരുമായി ഒത്തുകൂടൽ തൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ലെന്ന് നല്ല ഉറപ്പുണ്ട് അമ്മയ്ക്ക്. അതുകൊണ്ട് പ്രത്യേകം പറഞ്ഞെടുപ്പിച്ച കുറേ ഫോട്ടോകൾ ആൽബത്തിൽ കരുതി വയ്ക്കാനായി മക്കളും പേരക്കിടാങ്ങളും ഒക്കെയായി. ആരോ പറഞ്ഞു, എത്ര വേഗം കഴിഞ്ഞു ഈ വരവും പോക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് കാത്തിരുന്നത് ഒട്ടും
ഒട്ടും നനയ്ക്കാത്ത നേരത്ത് ആകാശം പിളർന്നൊഴുകിയ കാരുണ്യത്തിൻ്റെ നീരൊഴുക്ക് മുത്തശ്ശി ഓർത്തു. കുട്ടികളുടെ മുഖത്തും പതിവില്ലാത്ത തരത്തിൽ വല്ലായ്മ. അവർ മുത്തശ്ശിയുടെ ചുറ്റുമായി തൊട്ടും പിടിച്ചും അങ്ങനെ നിൽക്കുന്നു. സാവിത്രിയുടെ വീട്ടിലെ 2 ദിവസം കൂടി നിൽക്കണില്ല എന്ന പരാതിയാണ് അവർക്ക്. ടൗൺ ആയതുകൊണ്ട് അവിടെ നിൽക്കാനും കുട്ടികൾക്ക് വലിയ ഇഷ്ടമാണ്. വേറെ എവിടെയോ നോക്കിയാണ് ഗോപു അത് പറഞ്ഞത്. ശരിയാ, അത് മുത്തശ്ശി തലയാട്ടി. അവർക്കും ഉണ്ടല്ലോ എൻ്റെ അത്ര അവകാശം ഈ പേരക്കുട്ടിയോളെ മേല്. പെട്ടെന്ന് മുത്തശ്ശിയുടെ തൊണ്ട ഇടറി. കേശവൻകുട്ടിയുടെ മുഖം തൂങ്ങി. അയാൾ രാധയുടെ മുഖത്തേക്ക് തന്നെ പാളി നോക്കുകയാണ്. ഓരോ തവണ യാത്ര പറയുമ്പോഴും മുഖത്ത് ആവുന്നത്ര ചിരി വരുത്തുവാൻ നോക്കാറുണ്ട്. അമ്മയുടെ കണ്ണുകളിലേക്ക് നേരെ നോക്കാതിരിക്കാനും ശ്രദ്ധിക്കുന്നു. പക്ഷേ ഇക്കുറി എന്തോ എല്ലാവരുടെയും മുഖത്ത് ചില കനത്ത പാടുകൾ. ഇതൊരു വലിയ യാത്ര പറയലാണെന്ന വിങ്ങൽ ഉള്ളിൽ. ഒരു വിധത്തിൽ അയാൾ പറഞ്ഞു വെച്ചു. അമ്മ വിഷമിക്കണ്ട, അടുത്ത കൊല്ലവും വരും ഞങ്ങൾ ഇതുപോലെ. നേരത്തെ പ്ലാൻ ചെയ്തിട്ട് സമയമുണ്ടല്ലേ പ്ലാൻ ചെയ്യാൻ. ഗോപു ഒന്നും പറഞ്ഞില്ല. ഒരു നിമിത്തം പോലെ എല്ലാവരും കൂടിയുള്ള വരവ് അയാൾക്കെന്തോ വല്ലാതെ തോന്നി. മാലതിയാകട്ടെ ഒന്ന് മൂളുക മാത്രം ചെയ്തു. അതിൻ്റെ എല്ലാം പൊരുള് നന്നായി അറിയാമായിരുന്നു മുത്തശ്ശിക്ക്. അവർ വെറുതെ തലയാട്ടുക മാത്രം ചെയ്തു. പതിയെ ഉള്ളിൽ പറഞ്ഞു വെച്ചു, ഇങ്ങനെ നേരത്തെ പറഞ്ഞു വെക്കാതിരിക്കുകയാണ് നല്ലത് മക്കളെ. കാത്തിരുന്നിട്ട് വരാതാവുമ്പോൾ അത് താങ്ങാൻ പറ്റാറില്ലല്ലോ ഒരിക്കലും. കുട്ടിയോളെ എങ്കിലും ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ, വല്ലപ്പോഴും നേരെ ചൊവ്വേ വർത്താനം പറയാൻ പറ്റിയില്ലെങ്കിലും വെറുതെ ഒന്ന് കാണാനെങ്കിലും. പിരിമുറുക്കം ഒന്നയക്കാനായി കേശവൻകുട്ടി വലിയ മുഴക്കത്തോടെ ചിരിച്ചു. ഇപ്പോൾ അമ്മയ്ക്ക് ഞങ്ങളെ വേണ്ടതായിരിക്കണം, ഇനി കുട്ടിയോള് മാത്രം മതി എന്നർത്ഥം. അങ്ങനെ പറയാൻ പറ്റുമോ വയസ്സായവർക്ക്? മുത്തശ്ശിയുടെ കണ്ണുകൾ നിറയുകയാണ്. എല്ലാവരും വേണ്ടേ വയസ്സായവർക്ക്? മക്കളും മക്കളുടെ മക്കളും വീട്ടുകാരും നാട്ടുകാരും വഴിപോക്കരും കൂടി ഉണ്ടായാലല്ലേ വയസ്സുകാലം കടന്നു കിട്ടൂ. ആരെയാ ഒഴിവാക്കാൻ പറ്റുക? മാലതി വാച്ച് നോക്കി. ഏട്ടൻ്റെ വണ്ടി. കേശവൻകുട്ടി തലയാട്ടി. പെട്ടെന്ന് ഗിരിജ മുന്നോട്ട് വന്ന് കാൽക്കൽ നമസ്കരിച്ചു. പുറകെ അജിത്തും. ഒരു നിമിഷം തരിച്ചു നിന്നുപോയി മുത്തശ്ശി. ആദ്യമായിട്ടാണ് കുട്ടികൾ ഇങ്ങനെയൊക്കെ. എന്തിനാണെന്ന് ഒന്നും മനസ്സിലായില്ലെങ്കിലും അരുണും വീണ്ടു നിവർന്ന് ആ കാൽക്കൽ. പിന്നെ യാന്ത്രികമായി ജിമ്മിയും പിങ്കിയും. കൊച്ചു ചിന്നൻ അടിവെച്ച് അടുത്തേക്ക് എത്തിയപ്പോൾ മുത്തശ്ശി അവനെ തടഞ്ഞു പൂണ്ടടക്കം പിടിച്ചു നെറുകയിൽ ചുണ്ടമർത്തുമ്പോൾ മുത്തശ്ശിക്ക് കരച്ചിൽ അടക്കാനായില്ല. കൺമുമ്പിൽ ഒട്ടേറെ നനുത്ത പാടകൾ. അവനെ തടയേണ്ട അമ്മേ, ഞങ്ങൾ ആരും പറഞ്ഞിട്ടല്ല, ഒക്കെ അവർക്ക് തന്നെ തോന്നിയത്. തൊട്ടടുത്ത് കേശവൻകുട്ടിയുടെ ഇടറിയ ശബ്ദം അവൻ കേട്ടു. ഇപ്പോൾ ഇതൊക്കെ മാത്രമേ ബാക്കിയുള്ളൂ അമ്മയ്ക്ക് തരാൻ. അതെങ്കിലും നിലനിർത്താൻ പറ്റുമെങ്കിൽ. മുത്തശ്ശി പതുക്കെ കണ്ണുകൾ തുടച്ചു. വെറുതെ ചിരിക്കാൻ നോക്കി.